ക്വസ്റ്റ്യൻ എഴുതിയോ? പാറ്റേൺസ് വരെ എത്തിയായിരുന്നോ? ലേസിംഗ് കഴിഞ്ഞോ? ലേസിംഗ്. ഹലോ, ഡിസൈൻ ഓഫ് ലേസ്ഡ് കോളം കഴിഞ്ഞോ? Okay, so next one is design of battens. Design of battens. ഓക്കെ, അത് കഴിഞ്ഞ ഒരു ചെറിയ കോളം ബേസ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ ആയപ്പോൾ ഈ മൊഡ്യൂൾ കഴിയും. ഇതിപ്പോൾ നമ്മളിപ്പോൾ മൊഡ്യൂൾ 3 അല്ലേ എത്തിയത് അല്ലേ? 1 2 3. സോ എഴുതിക്കോളൂ, ഡിസൈൻ ഓഫ് ബാറ്റൻഡ് കോളംസ്. ഡിസൈൻ ഓഫ് ബാറ്റൻഡ് കോളംസ്. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Design a laced column. Design a laced column. Sorry, design a battened column. Design a battened column. Design a battened column with two channels back to back. With two channels back to back. With two channels back to back. Of length 10 meter. Of length 10 meter. Two channels back to back of length 10 meter. To carry an axial factor load of. To carry an axial factor load of. To carry an axial factored load of 1400 kilonewton. To carry an axial factored load of 1400 kilonewton. Full stop. The column may be assumed to have. The column may be assumed to have. The column may be assumed to have restrained in position. Restrained in position. The column may be assumed to have restrained in position. Restrained in position, but not in direction at both ends. But not in direction at both ends. But not in direction at both ends. ബ്രാക്കറ്റിൽ ഹിഞ്ച്ഡ് എൻഡ്സ്. ബ്രാക്കറ്റിൽ ഹിഞ്ച്ഡ് എൻഡ്സ്. ഓക്കെ, ക്ലിയർ? എത്ര കിലോ ന്യൂട്ടൺ താങ്ങാനാണ്, അല്ലെങ്കിൽ എത്ര കിലോ ന്യൂട്ടണിലാണ് നമ്മൾ കപ്പാസിറ്റി വരുന്നത്? 1400 അല്ലേ? രണ്ട് ചാനൽ ബാക്ക് ടു ബാക്ക് അല്ലേ വെക്കണ്ടേ? ഓക്കെ, സോ assume FCD is equal to 135 Newton per mm square. Assume FCD is equal to 135 Newton per mm square. Then area required is equal to എന്താണ്? P by FCD ആണ്. P by FCD which is equal to P എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1400 into 10 raised to 3 divided by FCD എന്ന് പറഞ്ഞാൽ എത്രയാ? 135. So which is equal to എത്രയാണ് ഏരിയ? 10370 mm square. സ്റ്റീൽ ടേബിൾ എടുക്ക്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യ്. ഫസ്റ്റ് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യ്. എന്ത് കിട്ടും? ഏരിയ ഓഫ് വൺ സെക്ഷൻ. ഏരിയ ഓഫ് വൺ സെക്ഷൻ. 2 സെക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു സെക്ഷൻ എത്രയാണ്? 10370 divided by 2.
എത്ര കിട്ടും? 5185 mm². സ്റ്റീൽ ടേബിൾ എടുത്തിട്ട് 5185-ന് കോലം വരുന്ന ഏരിയ നോക്ക്, ISMC നോക്ക്. സോ ISMC 350 നോക്കിയേ. ISMC 350 എത്രയാണ് വരുന്നത് ഏരിയ? 53.66 ആണ്. ദാറ്റ് ഈസ് 566 ആണ്. 5366. അപ്പൊ 350-യുടെ ഏരിയ 5366 ആണ്. ഇതിനേക്കാളും കൂടുതലാണ്. സോ പ്രൊവൈഡ് to ISMC 350. So area provide is equal to 2 into 5366, which is equal to 1732 mm². ഇത്ര ഏരിയ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. സോ അതിൻ്റെ അത് RZ കണ്ടുപിടിക്കുക. RZ ഈസ് ഈക്വൽ ടു ഒരു സെക്കൻഡ്, RZ കണ്ടുപിടിക്കാൻ പറ്റേ. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഏരിയ വരെ കണ്ടുപിടിച്ച മനസ്സിലായോ? നമുക്ക് 2 ISMC ആണ്. നമ്മുടെ എത്ര വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാ ലോഡ്, എത്ര ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാ ഡിസൈൻ ചെയ്യേണ്ടത്? 1400 kN ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആസ് പെർ അവർ IS കോഡ്, നമ്മൾ IS കോഡ് പേജ് നമ്പർ എത്രയാണ്? എത്രയിലാ വരുന്നേ? പേജ് നമ്പർ 34. പേജ് നമ്പർ 34-ല് P ഈസിക്കൽ ഏരിയ ഇൻറ്റു FC എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് നമുക്ക് ഏരിയ ഈസിക്കൽ ഫോഴ്സ് ബൈ FCD. അപ്പൊ നമ്മളൊരു FCD അസ്യൂം ചെയ്യാണ് 135. അസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെക്ഷന്റെ നമുക്കിപ്പോൾ ഒരു ടോട്ടൽ ഏരിയ കിട്ടും. അപ്പൊ എത്രയാണ് ടോട്ടൽ ഏരിയ വരുന്നത്? 10370 mm² ആണ് ടോട്ടൽ ഏരിയ വരുന്നത്. അപ്പൊ നമ്മൾ 2 ചാനൽ സെക്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു ചാനൽ സെക്ഷന്റെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ചാനൽ സെക്ഷന്റെ എത്ര കിട്ടും? 5185 കിട്ടും. അപ്പോൾ ഈ 5185-നേക്കാളും കുറച്ച് കൂടുതൽ, അതോ അതിനേക്കാളും കൂടുതലോ വരുന്ന സെക്ഷൻ എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റീൽ ടേബിൾ നോക്കുക. ഏ സെക്ഷൻ? ചാനൽ സെക്ഷൻ. അപ്പോൾ ISMC 350 നിയർ ബൈ വരുന്നില്ലേ? അപ്പോൾ ഇതിന്റെ 2 എണ്ണം കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10732 നമ്മൾ ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അക്സയ്ക്ക് മനസ്സിലായോ? അക്സ എങ്ങനെ മാറാനാ? നമ്മുടെ പർപ്പസ് എന്താ? 1400 kN സേഫ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലേ? ആ ഏരിയക്കാളും കുറഞ്ഞാലല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യാതാവത്തുള്ളൂ, ഫെയിൽ ആവത്തുള്ളൂ. ഏരിയക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സ്ട്രെങ്ത് അവിടെ അച്ചീവ് ചെയ്യല്ലേ? ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടുതലല്ലേ? എപ്പോഴും കൂടുതൽ നിൽക്കുക. ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ നിൽക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, spacing between the channel, spacing between the channel, spacing between the channel, spacing between the channel. അപ്പോൾ നമ്മൾ 2 ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 ചാനലിന്റെ ഇടയിലുള്ള സ്പേസിംഗ് ആണ് നമുക്ക് വേണ്ടത്. സോ this is first channel, സെക്കൻഡ് ചാനൽ. ഇതാണ് സ്പേസിംഗ് എന്ന് പറയുന്നത്. 2 കോളത്തിന്റെ ഇടയിലുള്ള സ്പേസിംഗ് D. സ്പേസിംഗിനെയാണ് നമ്മൾ D എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പേസിംഗ് ബിറ്റ്വീൻ ചാനൽ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? IXX കണ്ടുപിടിക്കുക. സ്റ്റീൽ ടേബിളിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? IXX കണ്ടുപിടിക്കുക. IXX എത്രയാണ് സ്റ്റീൽ ടേബിളിൽ നിന്ന്? 1008 into 10⁴. ഓക്കെ, 2 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 എണ്ണം ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി IYY എങ്ങനെ കണ്ടുപിടിക്കാം? IYY. സോ IYY കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം. എന്താണ്?
2 into moment of inertia of channel section plus area A1 into d by 2 plus എന്താ ഇക്വേഷൻ പറ, ലേസിംഗിൽ പഠിച്ചതാ, d by 2 plus c yy whole square. Okay, so moment of inertia about y axis എന്താണ്, that is 2 into moment of inertia about y axis 430.6 into 10 raised to 4 plus ഒരു സെക്ഷന്റെ ഒരു ചാനൽ സെക്ഷന്റെ ഏരിയ എത്രയാണ് 5366 മൾട്ടിപ്ലൈഡ് ബൈ d by 2 നമുക്കറിയത്തില്ല, സ്പേസിംഗ് ആണ് d എന്ന് പറയുന്നത്, പ്ലസ് CYY നമുക്കറിയാം എത്രയാണ് 24.4 mm കൺവേർട്ട് ചെയ്യുമ്പോൾ 24.4 എന്ന് കിട്ടും, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, IXXുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, ഈ സാധനത്തിനെ IXXുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ ലൈസ്ഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, IXXുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ അകത്ത് മുകളിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നില്ലേ, സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് mm സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, 10⁻² കൊടുക്കുക, 10⁻² കൊടുക്കുക. അതേപോലെ സെന്റിമീറ്റർ എന്ന് പറയുന്ന എല്ലാത്തിനും നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, mmലേക്ക് കൺവേർട്ട് ചെയ്യുക. സെന്റിമീറ്ററിൽ എല്ലാത്തിനും എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, mmലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി CYY സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യണം, cm⁴നെ mm⁴ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, 10⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എല്ലാത്തിനെയും നമ്മൾ mmലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ആ ഒരു കൺവേർഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അക്സൈ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഈ IYY-നെ IXXുമായിട്ട് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. IYY-നെ IXXുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്തുള്ള d വാല്യൂ കിട്ടും. സോ d ഈസ് ഈക്വൽ ടു 218.4 mm എന്ന് എഴുതും. 218.4 mm 218.4 mm 218.4 mm നമ്മൾ നിയർലി എന്ത് കൊടുക്കുന്നു, ഒരു 220 mm കൊടുക്കുന്നു, ഒരു 220 mm എടുക്കുന്നു. ഓക്കെ, നിയർലി എത്ര എടുക്കുന്നു, ഒരു 220 mm എടുക്കുന്നു. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് KL/R ഈസ് ഈക്വൽ ടു KL/R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1.1 KL/R. KL/R ഈസ് ഈക്വൽ ടു 1.1 KL/R which is equal to എത്രയാണ്, 1.1 into KL എത്രയാണ്, ലെങ്ത് എത്രയാണ്, 10 മീറ്റർ അല്ലേ. സോ 10 into 10⁻³ into Kക്ക് 1 കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ R എത്രയാണ്, 136.6. ഓക്കെ, ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് അല്ലേ, രണ്ട് എൻഡ് ഹിഞ്ച്ഡ് അല്ലേ, ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് അല്ലേ. ഹലോ, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് അല്ലേ. അപ്പൊ പേജ് നമ്പർ 45-ല് തേർഡ് ഫിഗർ, പേജ് നമ്പർ 45-ലെ തേർഡ് ഫിഗർ, ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ്. അപ്പൊ എന്താണ്, KL എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നെയാണ്, 1 തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 80.52. പേജ് നമ്പർ 45-ലുണ്ട് തേർഡ് ഫിഗർ. ഓക്കെ,
നെക്സ്റ്റ് വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റേഴ്സ് ഓഫ് ചാനൽ. അടുത്തതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റേഴ്സ് ഓഫ് ചാനൽ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റേഴ്സ് ഓഫ് ചാനൽ. ഓക്കെ, അപ്പൊ ചാനലിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് 2g. എസ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് 2g. എസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 220 കിട്ടി. പ്ലസ് ജി എത്ര ആയിട്ട് അസ്യൂം ചെയ്യുക? 60 mm അസ്യൂം ചെയ്യുക. ജി എത്ര അസ്യൂം ചെയ്യുക? 60 mm അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് 2 into 60 which is equal to 340 mm. ഓക്കെ, അപ്പൊ രണ്ട് ജി എന്ന് പറഞ്ഞാൽ ഗേജ് ഡിസ്റ്റൻസ്. ഗേജ് ഡിസ്റ്റൻസ് 60 അസ്യൂം ചെയ്ത് മൊഡ്യൂൾ 1-ലും 2-ലും പറഞ്ഞിട്ടില്ലേ? അവിടെ ജിയും ഇയും എന്താ കൊടുത്തിരിക്കുന്നത്? 16 30 അല്ലേ? അല്ലേ? എന്ന് പറയുന്നത് രണ്ട് ചാനലിന്റെ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ചാനൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ് സി ബി ദ സ്പേസിംഗ് ഓഫ് ബാറ്റൺസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബാറ്റൺസ്. ഇങ്ങനെ യെല്ലോ കളറിൽ കാണുന്നതാണ് ബാറ്റൺസ്. അപ്പൊ ഇങ്ങനെ ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുന്നത്? സി ആണ്. ലെറ്റ് സി ബി ദ സ്പേസിംഗ് ഓഫ് ബാറ്റൺസ്. സി ബി ദ സ്പേസിംഗ് ഓഫ് ബാറ്റൺസ്. സി ബി ദ സ്പേസിംഗ് ഓഫ് ബാറ്റൺസ്. ഇനി അതിന്റെ അകത്തുനിന്ന് ആർ മിനിമം കണ്ടുപിടിക്കുക. ആർ മിനിമം സ്റ്റീൽ ടേബിൾ എടുക്കുക. സ്റ്റീൽ ടേബിളിൽ ആർ എക്സ് എക്സ് ഉണ്ട്, ആർ വൈ വൈ ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ISMC 350-ൽ എക്സ് എക്സ് ആണോ വൈ വൈ ആണോ? ആർ വൈ വൈ ആണ് ഏറ്റവും ചെറിയ വാല്യൂ. സോ ദാറ്റ് ഈസ് ആർ മിനിമം ഈസ് ഈക്വൽ ടു ആർ വൈ വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2.83 mm ആണ്. അതിനെ സെന്റിമീറ്റർ ആണ്. അതിനെ mm ആക്കുമ്പോൾ 28.3 mm. അപ്പോൾ ആർ എക്സ് എക്സ് ആർ വൈ വൈ ഉണ്ട്. അതിൽ ഏറ്റവും ചെറുതാണ് ആർ മിനിമം എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. സി ബൈ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലെസ് ദാൻ 50 ആയിരിക്കണം. സി ബൈ ആർ ലെസ് ദാൻ 50 ആയിരിക്കണം. സോ സി എന്ന് പറയുന്നതാണ് സ്പേസിംഗ് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ 50-നേക്കാളും കുറഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് സി ലെസ് ദാൻ 50 into 28.3. സോ സി ലെസ് ദാൻ എത്രയായിരിക്കണം? 1415. 1415-നേക്കാളും എന്തായിരിക്കണം? സി കുറവായിരിക്കണം. ക്ലിയർ? ഏതാ? സിയുടെ ആണോ? ഓക്കെ, ശ്രീരാജ്, നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്റൺസിന്റെ സ്പേസിംഗ് വേണ്ടേ? ചുമ്മാ അങ്ങ് കൊടുക്കാൻ പറ്റില്ലല്ലോ, സ്പേസിംഗ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ആർ വൈ വൈ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആർ മിനിമം കണ്ടുപിടിക്കുക. ആർ മിനിമം ഇവിടെ എന്താ കിട്ടുന്നത്? ആർ വൈ വൈ ആണ്. എന്ന് പറഞ്ഞാൽ ആർ എക്സ് എക്സും ഉണ്ട്, ആർ വൈ വൈ ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ ആർ മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സി ബൈ ആർ മിനിമം എന്തിനേക്കാളും ചെറുതായിരിക്കണം? 50-നേക്കാളും ചെറുതായിരിക്കണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ സി ഇസ് ലെസ് ദാൻ എന്ത് കിട്ടും? 1415 എന്ന് കിട്ടും. 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷൻ ഉണ്ട്. സി ബൈ ആർ ലെസ് ദാൻ 0.7 ടൈംസ് (1.1 KL/R). C by R less than 0.7 times 1/1.1 KL/R. So that is C by R less than 0.7 into 1.1 times KL/R എത്രയാണ്? 80.52 ആണ്. സോ C ലെസ് ദാൻ ആറിന്റെ വാല്യൂ 28.3 ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C ലെസ് ദാൻ 15 പഠിക്കേണ്ടി വരും. കോഡിലില്ല. കോഡിലൊക്കെ റിട്ടൺ ഫോർമാറ്റിൽ അവിടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇക്വേഷൻ ആയിട്ടില്ല. നമ്മളെ മൊഡ്യൂൾ 1-ലെയും 2-ലെയും പോലെ ഇക്വേഷൻ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അവർ എഴുതുന്നില്ല ഇത്.
ഇതിൽ ബാറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. പേജ് നമ്പർ 49. പേജ് നമ്പർ 49. അതിൽ 51 എടുക്കുക. പേജ് നമ്പർ 51 എടുത്തോ. 51 കണ്ടോ? അതിൽ ബാറ്റൻസ് കൊടുത്തിരിക്കുന്ന കണ്ടോ? 2 എണ്ണം കണ്ടോ? ആ ബാറ്റൻസ് ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ സി ഡിസ്റ്റൻസ് കണ്ടോ? സെന്റർ ടു സെന്റർ സ്പേസിങ്. ഓക്കെ, അതിന്റെ അകത്ത് നോക്ക്. ഇത് എഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ബാറ്റൻഡ് ഷാൽ ബി ടേക്കൺ ആസ് 1.1 ടൈംസ് സ്കെയിൽ ബൈ ആർ. അല്ലെ, കൊടുത്തിട്ടില്ലേ? ഓക്കെ, ഇനി മുകളിൽ ബാറ്റൻസ് ഷാൽ ബി പ്ലേറ്റ് ആംഗിൾ ചാനൽ ഐസെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വി ബിയുടെ ഇക്വേഷൻ കൊടുക്കുന്നുണ്ട്. വി ബി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു സി ബൈ എൻ എസ്. അത് നമുക്ക് ഉപയോഗിക്കാം. ആ ഇക്വേഷൻ അടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പറയുന്ന ഇക്വേഷനൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടേ ഉള്ളൂ. ഈ നോട്ട് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ബാറ്റൻഡ് കംപ്രഷൻ മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ തിയററ്റിക്കലായിട്ട് എഴുതിയിട്ടേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഈ സി എന്ന് പറയുന്നത് 2 വാല്യൂ കിട്ടി. അപ്പൊ ഇതിന്റെ അകത്ത് ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കുക. എത്രയാണ്? 1200 എടുക്കുക. സോ ദാറ്റ് സി ഈസ് ഈക്വൽ ടു 1200 mm. സി ഈസ് ഈക്വൽ ടു 1200 mm. ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ നമ്മൾ അങ്ങ് എടുക്കുക. ഓക്കെ, ഇനി പേജ് നമ്പർ 51 എടുക്കുക. പേജ് നമ്പർ 51. അതിൽ നമ്മൾ ഏറ്റവും മുകളിൽ എഴുതുക. ദാറ്റ് ഈസ് ഏറ്റവും മുകളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വി ബി ഈസ് ഈക്വൽ ടു എന്താണ്? വി ടി സി ബൈ എൻ എസ്. അല്ലെ, വി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വാല്യൂസിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കുക. ഓക്കെ, വി ടി എന്ന് പറയുന്നത് ഷിയർ ആണ്. സോ ഷിയർ എങ്ങനെ കണ്ടുപിടിക്കാം? വി ബി നമുക്ക് അതിൻ്റെ അകത്ത് ഇക്വേഷൻ ഉണ്ട്. വി ടി ഇൻറ്റു സി ബൈ എൻ എസ്. അല്ലെ, വി ടി ഇൻറ്റു സി ബൈ എൻ എസ്. അതാണ് ഷിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൊമെന്റ് തന്നിട്ടുണ്ട്. മൊമെന്റിന്റെ ഇക്വേഷനും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു വി ടി സി ബൈ 2n. എം ഈസ് ഈക്വൽ ടു വി ടി ഇൻറ്റു സി ബൈ 2n. ഈ വി ടി എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്വേഴ്സ് ഷിയർ ഫോഴ്സ് ആണ്. സി എന്ന് പറഞ്ഞാൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പ്ലേറ്റ്. അപ്പോൾ നമ്മൾ എത്ര പ്ലേറ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ 1 2 3 4 കൊടുക്കുന്നില്ല, എത്ര പ്ലേറ്റ് നമ്മൾ വെക്കുന്നുണ്ട്, അതാണ് എൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വി ടി കണ്ടുപിടിക്കണം. So Vt is equal to shear force. Vt is equal to vertical shear force. Vt is equal to 0.25%, 2.5% of load. 2.5% of load. 2.5% of load. അപ്പം നമ്മുടെ ആക്സിയൽ ലോഡിന്റെ 2.5% അല്ലെങ്കിൽ 2.5/100 ഇൻറ്റു ലോഡ് എത്രയാണ്? 1400 ഇൻറ്റു 10⁻³ ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടത്? ഷിയർ ആയിട്ട് കൊടുക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു 3500 ന്യൂട്ടൺ. ഓക്കെ, ഈ വി ടി ആണ് നമ്മൾ വി ബിയുടെ ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ടത്. സോ വി ബി ഈസ് ഈക്വൽ ടു, വി ടി എത്രയാണ്? 3500 ഇൻറ്റു സ്പേസിങ് നമ്മൾ എത്രയാണ് കൊടുത്തത്? 1200 ഡിവൈഡഡ് ബൈ n. മിനിമം നമ്പർ 2 ആണ്. എന്നിന്റെ മിനിമം നമ്പർ എത്രയാണ്? 2 ആണ്. 2 പ്രൊവൈഡ് ചെയ്യുക. 2 ബാറ്റൻസിനെങ്കിലും മിനിമം പ്രൊവൈഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 2, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? വി ബി 61764 ന്യൂട്ടൺ എന്ന് കിട്ടും. 61764 ന്യൂട്ടൺ. ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, എന്താ ഡൗട്ട് ചോദിച്ചേ? വി ബി എന്ന് പറയുന്ന ഷിയർ ഇൻ, അതിൻ്റെ അകത്തുള്ള ഷിയർ ആണ്. എന്തിൻ്റെ അകത്തുള്ള? ബാറ്റന്റെ ഷിയർ ആണ്. വി ടി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫോഴ്സിന്റെ ഷിയർ ആണ്. എന്ന് പറയുന്നത് നമ്മൾ അവിടെ 1400 കിലോന്യൂട്ടൺ കൊടുക്കുമ്പോൾ അതിൽ 2.5% എന്തായിട്ട് പോകും?
ഷിയർ ആയിട്ട് പോകും. 2.5% എന്തായിട്ട് പോകും? ഷിയർ ആയിട്ട് പോകും. ഈ ഷിയർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇതിന്റെ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ആ സ്പേസിങ്ങും കാര്യങ്ങളും വെച്ചിട്ടാണ് ബാറ്റന്റെ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? ബാറ്റന്റെ ഷിയറിന്റെ ഇക്വേഷൻ എന്തിൽ തന്നിട്ടുണ്ട്? ഷിയർ റെസിസ്റ്റൻസ് ഓഫ് ബാറ്റൻ എന്ത് തന്നിട്ടുണ്ട്? കോഡ് തന്നിട്ടുണ്ട്, വി ഇൻറ്റു സി ബൈ എൻ എസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ ശ്രീരാജ്? മനസ്സിലായോ? ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താ? എം. അതും കോഡ് തന്നിട്ടുണ്ട്. എന്താണ്? വി ടി സി ബൈ 2n. വി ടി സി ബൈ 2n. വി ടി എത്രയുണ്ട്? 3500. സി എന്ന് പറയുന്ന 1200 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എത്ര കിട്ടും? 10500000 ന്യൂട്ടൺ എം എം കിട്ടും. ന്യൂട്ടൺ എം എം. ന്യൂട്ടൺ എം എമ്മിൽ എന്ത് കിട്ടും? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? കോഡ് എടുക്കുക. കോഡിലുണ്ട് പേജ് നമ്പർ 51 ഏറ്റവും മുകളിൽ. വി ടി സി ബൈ 2n. 2n. ഓക്കെ, ക്ലിയർ ആയോ? ഈ അക്സാക്ക് നേരത്തെ ഡൗട്ട് ചോദിച്ചല്ലേ, ഈ പേജ് നമ്പർ 51 സ്പേസിംഗ് ഓഫ് ബീംസ് എന്ന് പറഞ്ഞ ഒരു കാര്യം അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? കണ്ടോ? സ്പേസിംഗ് സി, സ്പേസിംഗ് ഓഫ് ബാറ്റൺ ഏറ്റവും താഴെ പേജ് നമ്പർ 51. ഓക്കെ, കണ്ടോ അത്? അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 50% എന്ത് പാടില്ല? 15 സി ബൈ ആർ എന്ന് പറയുന്നത് 15 കൂടുതലാവാനും പാടില്ല. 70 അല്ലെങ്കിൽ 0.7 ടൈംസ് അല്ലെങ്കിൽ 70% എന്താവണം? സ്ലണ്ടർനെസ് റേഷ്യോ ആവണം. രണ്ടുമല്ലേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതിനകത്ത് റിട്ടേൺ ഫോർമാറ്റിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സൈസ് ഓഫ് ബാറ്റൻസ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഹെഡിങ് സൈസ് ഓഫ് ബാറ്റൺ. അപ്പോൾ എൻഡ് ബാറ്റനും ഇന്റർമീഡിയറ്റ് ബാറ്റന്റെയും സൈസ് നമ്മൾ കണ്ടുപിടിക്കണം. ഫോർ എൻഡ് ബാറ്റൻ, അവസാനമുള്ള ബാറ്റൻ, ദാറ്റ് ഈസ് എൻഡ് ബാറ്റൻ. എൻഡ് ബാറ്റന്റെ സൈസ്, എൻഡ് ബാറ്റന്റെ സൈസ് നമ്മൾ കണ്ടുപിടിക്കണം. അസ്യൂം എ ഡെപ്ത് ഓഫ്, സൈസ് ഓഫ് ബാറ്റൻസ് എന്ന് പറഞ്ഞു കൊടുക്കുക. സൈസ് ഓഫ് ബാറ്റൻസ് കൊടുക്കുക. അതിൽ സബ് ഹെഡിങ് എൻഡ് ബാറ്റൻസ്. സബ് ഹെഡിങ് എൻഡ് ബാറ്റൻസ്. അതിൽ സബ് ഹെഡിങ് എൻഡ് ബാറ്റൻസ്. ഓക്കെ, ഇപ്പൊ എൻഡ് ബാറ്റൻസിൽ വരുമ്പോൾ പ്രൊവൈഡ് എ ഡെപ്ത് ഓഫ് 270 mm. മിനിമം ഒരു 270 mm ആണ് നമ്മൾ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രൊവൈഡ് എ ഡെപ്ത് ഓഫ് 270 mm. പ്രൊവൈഡ് എ ഡെപ്ത് ഓഫ് 270 mm. So overall depth is equal to 270 plus 2 into end distance ആണ്. 2 into end distance ആണ്. So 2 into end distance എത്രയാണ്? 35. So which is equal to 340 mm. ഓക്കെ, 270 mm ആണ് സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സൈഡും എൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. ബോൾട്ട് ചെയ്യുന്നതുകൊണ്ട് എൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്.
സോ ദാറ്റ് ഈസ് 270 പ്ലസ് 2 ഇൻറ്റു ഇ ആണ്, അല്ലെങ്കിൽ 2 ഇൻറ്റു 35 ആണ് നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്റർമീഡിയറ്റ് പാറ്റേൺസ് ആണെങ്കിൽ ഇതിപ്പോൾ എൻഡ് പാറ്റേൺസിലാണ്. ഫോർ ഇന്റർമീഡിയറ്റ് പാറ്റേൺസ് എന്താണ് effective depth is equal to effective depth is not less than 3/4 spacing. Effective depth is not less than 3/4 spacing. 3/4 spacing. അപ്പൊ 3/4 into spacing എത്രയാണ് വരുന്നത്? 3/4 into 1200 എത്ര കിട്ടും? എത്ര കിട്ടും? 255 ആണോ? ആ 900 ഒന്നോ? ഒരു സെക്കൻഡ്. എസ് എത്രയാ? സോറി, സ്പേസിംഗ് അല്ല, എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സെന്റർ ടു സെന്റർ സ്പേസിംഗ് ബിറ്റ്വീൻ ചാനൽസ്. ഓക്കെ, അപ്പോൾ 3/4 into 340 ആണ് നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്ത എസ് വാല്യൂ, സെന്റർ ടു സെന്റർ. അപ്പോൾ 3/4 into 340 എത്രയാ? 255. ഓക്കെ, സോ എഫക്റ്റീവ് ഡെപ്ത് 255 എന്ത് ചെയ്യാൻ പാടില്ല? കുറയാൻ പാടില്ല. സോ പ്രൊവൈഡ് എ ഡെപ്ത് ഓഫ് 200 mm. 200 mm ഇന്റർമീഡിയറ്റ് സ്പാനിൽ കൊടുക്കുന്നു. Provide a depth of 200 mm. Okay, so overall depth is equal to 200 plus 2 into 35, which is equal to 270 mm. 270 mm. Clear? Next one, thickness of the batten. Thickness of the batten should not be less than S by 50. So T should not be less than 340 by 50, which is equal to should not be less than 6.8. So 6.8 നേക്കാളും കുറയാൻ പാടില്ല. So provide 8 mm thick plate. 8 mm thick plate. Provide 8 mm thick plate. Okay, clear? S by 50. അപ്പോൾ പ്രൊവൈഡ്, അപ്പോൾ S by 50 എത്ര കിട്ടും? 6.8 കിട്ടും. അപ്പോൾ നമ്മൾ 8 mm കൊടുക്കുന്നു. 8 mm തിക്ക് പ്ലേറ്റ് കൊടുക്കുന്നു. അടുത്തത് ചെക്ക് ഫോർ സ്ട്രെങ്ത് ഇൻ ബാറ്റൻസ്. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ചെക്ക് ഫോർ സ്ട്രെങ്ത് ഇൻ ബാറ്റൻസ്. ഓക്കെ, ഇപ്പൊ ചെക്ക് ഫോർ സ്ട്രെങ്ത് ഇൻ ബാറ്റൻസിലെ ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു VB divided by area. Shear stress is equal to VB divided by area, which is equal to VB എന്ന് പറഞ്ഞാൽ എന്താണ്? 61,764 ആണ്, ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണ്?
നമ്മൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്തത്? ഓവറോൾ ഡെപ്ത് എത്രയാണ് പ്രൊവൈഡ് ചെയ്തത്? 270 അല്ലേ? സോ 270 ഇൻറ്റു തിക്നെസ് എത്രയാണ് പ്രൊവൈഡ് ചെയ്തത്? 8. 270 ഇൻറ്റു 8 which is equal to 27.57 Newton per mm square. 27.57 Newton per mm square. Okay. Clear? ഷിയർ സ്ട്രെസ് മനസ്സിലായോ? വി ബി നിങ്ങൾക്ക് അറിയാം, ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക 270 ഇൻറ്റു 8 mm തിക്നെസ്. അപ്പോൾ എഴുതിക്കോളൂ, ഫ്രം ഐ എസ് കോഡ് the permissible shear stress should be less than the permissible stress should be less than the stress should be less than 0.6 into permissible stress. The stress should be less than 0.6 into permissible stress. Also, bending stress is equal to 6m divided by td square. 6m divided by td square. Bending stress is equal to 6m divided by td square, which is equal to 6 into moment എന്ന് പറയുന്നത് 1050000 divided by t എന്ന് പറയുന്നത് 8 ആണ്, ഡെപ്ത് എന്ന് പറയുന്നത് 270 സ്ക്വയർ. ഓക്കെ, which is equal to 100.44 Newton per meter square mm square. സോ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, ഷിയർ സ്ട്രെസ് ലെസ് ദാൻ fy by √3 into 1/1.1. അതേപോലെ ബെൻഡിങ് സ്ട്രെസ് ഷുഡ് ബി ലെസ് ദാൻ fy divided by 1.1 into 1.2. ഈ രണ്ട് ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇത് രണ്ടിനും കുറഞ്ഞിരിക്കണം. സോ ഷിയർ സ്ട്രെസ് ഷുഡ് ബി ലെസ് ദാൻ fy എത്രയാണ്? 250 divided by √3 into 1.1 എത്ര കിട്ടും? 131.2. ബെൻഡിങ് സ്ട്രെസ് എത്ര ഉണ്ട്? ലെസ് ദാൻ 250 divided by 1.1 into 1.2 which is equal to 272. ഓക്കെ, ഇതിൽ രണ്ടിനും ലെസ് അല്ലേ? ബെൻഡിങ് സ്ട്രെസ് എത്ര കിട്ടും? ബെൻഡിങ് സ്ട്രെസ് എത്ര കിട്ടുന്നത്? 272.4. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ് 100 ആണ്, അത് 272-നേക്കാളും കുറവാണ്. ഷിയർ സ്ട്രെസ് എത്രയാണ് കിട്ടുന്നത്? ഷിയർ സ്ട്രെസ് നമുക്ക് 27 ആണ്, അത് 131-നേക്കാളും കുറവാണ്. സോ ഹെൻസ് ദ ബാറ്റൺ ഈസ് സേഫ്. ഏതാ പറയണ്ടേ? നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ചെക്ക് എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് VB ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 6m divided by td square ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. സോ ഷിയർ സ്ട്രെസ് എന്തിനേക്കാളും കുറഞ്ഞിരിക്കണം? fy divided by √3 into 1.1-നേക്കാളും കുറഞ്ഞിരിക്കണം. അതേപോലെ ബെൻഡിങ് സ്ട്രെസ് fy divided by 1.1 into 1.2-നേക്കാളും കുറഞ്ഞിരിക്കണം. രണ്ട് വാല്യൂം അതിനേക്കാളും കുറവല്ലേ? സോ ഇതാ ബാറ്റൺസ് ആർ സേഫ് അഗെയിൻസ്റ്റ് ഷിയർ ആൻഡ് ബെൻഡിങ്. ഷിയറും ബെൻഡിങ്ങും അഗെയിൻസ്റ്റ് ബാറ്റൺസ് സേഫ് ആണ്. കാര്യം ബാറ്റൺസിന് ഏറ്റവും കൂടുതൽ വരുന്ന ഷിയറും ബെൻഡിങ്ങും ഒക്കെ ആയിരിക്കും. നമ്മളൊരു സേഫ് അഗെയിൻസ്റ്റ് ഷിയർ ആൻഡ് ബെൻഡിങ്.
നമ്മളൊരു ബാറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കോളത്തിന് അത്രയും സ്റ്റിഫ്നർ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയാണ് കൊടുക്കുന്നത്. കാര്യം കോളത്തിന് ബെൻഡിങ് ഉണ്ടാവാതിരിക്കാനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹെവി ലോഡഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ നോർമലി കോളം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോളം ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഒരു കോളം, 2 കോളംസ് ഇരിക്കുകയാണ് അടുത്തടുത്ത്. ഓക്കെ, ഈ 2 കോളംസ് ഇരിക്കുകയാണ്. നമ്മളൊരു ഹെവി ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് സ്റ്റിഫ്നെസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബാറ്റൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെന്ത് പറ്റും? ഇതിന് പല ടൈപ്പിലുള്ള ഡീഫർമേഷൻ പറ്റും. നിങ്ങൾ മോസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കോൺകേവിറ്റി ആൻഡ് കോൺവെക്സിറ്റി ഡീഫർമേഷൻസ് ഇതിനെന്ത് ചെയ്യും? സംഭവിക്കും. അങ്ങനെ ഇത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാറ്റൻസ് വെക്കുന്നത്. ഇത് മേ ബി എയ്തർ ഷിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ബെൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ബോത്ത് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഡീഫർമേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഡീഫർമേഷനെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബാറ്റൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇതിനൊരു ടെൻഡൻസി വരുമ്പോൾ ഇതിന് ബാറ്റൻസിന് എന്തുണ്ടാവും? ഇതേപോലെയുള്ള ഷിയർ സ്ട്രെസ് ഉണ്ടാവാം, അതേപോലെ ബെൻഡിങ് സ്ട്രെസ്സും ഇതിൻ്റെ അകത്ത് വരും. ക്ലിയർ ആയോ? അക്സ, അർജുൻ, ശ്രീ, മനസ്സിലായോ? ക്ലിയർ ആയോ? ശ്രീയായിന് ക്ലിയർ ആയോ? അക്സയ്ക്ക് ക്ലിയർ ആയോ? FY എന്ന് പറഞ്ഞാൽ 250 ആണ്. സ്റ്റീൽ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 250 ആണ്. 4.6ന്റെ സ്റ്റീൽ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 250 ആണ്. നിങ്ങൾ 250യിലാണ് എല്ലാം ഡിസൈൻ ചെയ്തത്. ഈൽഡ് സ്ട്രെസ് ഓഫ് എ സ്റ്റീൽ എന്ന് പറയത്തില്ലേ? ഈൽഡ് സ്ട്രെസ് രണ്ടും ഒന്ന് തന്നെയാണ്. FY 250 ആണ്. FY എവിടെ കൊടുത്താലും 250 ആണ്. ഈൽഡ് സ്ട്രെസ് ഇതല്ല ചോദിക്കുന്നത്. FY 250 ആണ്. 250 FY/√3 ഗാമ ml ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. FY/√3 ഗാമ ml അതാണ് 1.2. ഇവിടെ FY/ഗാമ ml × 1.2. ഓക്കെ, ക്ലിയർ? കോളം ബേസും കൂടി എടുക്കട്ടെ, എനിക്ക് അങ്ങ് തീരും. ഹലോ ഹലോ, ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. രണ്ടെണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണം ചെയ്യാം. ഓക്കെ, അപ്പൊ കോളം ബേസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കോളം ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കുക. കാര്യം മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ കോളം ബേസ് കിട്ടും. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 4 ഒരുപാട് കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ലേസിങ്സ്, ബാറ്റൻസ്, കംപ്രഷൻ മെമ്പേഴ്സ്, പിന്നെ ബിൽഡപ്പ് സെക്ഷൻസ്, ഇത്രയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കോളം ബേസ് പഠിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലേസിൻസ് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കംപ്രഷൻ മെമ്പേഴ്സിന്റെ ബിൽഡപ്പ് സെക്ഷൻ സ്കിപ്പ് ചെയ്യാം. ഈ രണ്ടും കൂടെ ഒരുമിച്ച് സ്കിപ്പ് ചെയ്യരുത്. ലൈസിൻസ്, ബാറ്റൻസ്, ഈ കോളം ബേസും കൂടെ ഒരുമിച്ച് സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾക്ക് മാർക്ക് പോകും. ഓക്കെ, സോ കോളം ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് കണ്ടിട്ടുണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. ഈ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇപ്പം ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ എടുക്കുകയാണ്, ഒരു ലാൻഡ് എടുക്കുകയാണ്, ഒരു വലിയൊരു ഹൈ റൈസ് ബിൽഡിംഗ് നടക്കുകയാണ്. ഒരു സ്റ്റീലിൽ ഒരു വലിയൊരു ഓഫീസ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ഇൻഫോടെക് ബിൽഡിംഗ്, അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു IT കമ്പനി വരെയാണെന്ന്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ബിൽഡിംഗ് വരെയാണ്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ നോർമലി പൈലുകൾ കൺസ്ട്രക്ട് ചെയ്യും അല്ലെ? മുകളിലൊരു പൈൽ ക്യാപ്പ് ഉണ്ടാവും, താഴെ പൈലുകൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇതേപോലെ പൈൽ ക്യാപ്പ്, പയർ, അത് ചിലപ്പോൾ ഒരു മാറ്റോ റാഫ്റ്റോ കമ്പൈൻഡ് മാറ്റോ ഒക്കെ ആയിരിക്കാം. അത് ടൈപ്സ് ഓഫ് ഫൂട്ടിങ്ങിനനുസരിച്ച് മാറിയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരുപാട് നമ്മൾ പൈൽ ക്യാപ്പും അതേപോലെ പൈലും ഇതേപോലെ എടുക്കും. ഓക്കെ, ചിലപ്പോൾ മാറ്റ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ സോയിൽ കണ്ടീഷൻ പോലെ. ഓക്കെ, എന്നിട്ട് ഇത്രയും ഭാഗം എന്തായിരിക്കും? കോൺക്രീറ്റ് ആയിരിക്കും. ഇത്രയും ഭാഗം എന്തായിരിക്കും? കോൺക്രീറ്റ് ആയിരിക്കും. ഈ പൈൽ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റ് ആയിരിക്കും. എന്തായിരിക്കും? കോൺക്രീറ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇവിടെ വെക്കുന്ന ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ, സ്റ്റീൽ എല്ലാം എവിടെ? ഈ ഒരു കോൺക്രീറ്റ് ബേസിലാണ് കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് ചുമ്മാ കുത്തി വെക്കുകയല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും?
ഒരു ചെറിയൊരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വയ്ക്കും. ചെറിയൊരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പ്ലേറ്റ് നമ്മൾ ബോൾട്ട് ചെയ്യും കോൺക്രീറ്റിൻ്റെ അകത്തോട്ട്. ഈ ഒരു എന്തിൻ്റെ അകത്തോട്ട്? ഈ ഒരു പൈൽ ക്യാപ്പ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ബേസിൻ്റെ അകത്തോട്ട് ആങ്കർ ചെയ്ത് വെക്കും. നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും ആങ്കർ ചെയ്യുന്നത്. ആങ്കർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു എന്ത് കൊണ്ടുവരും? ഈ ഒരു സെക്ഷൻ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള സെക്ഷൻ അല്ലെങ്കിൽ ഒരു കോളം കൊണ്ട് ഇവിടെ വെച്ചിട്ട് ഒന്നെങ്കിൽ വെൽഡ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റിലേക്ക് ബോൾട്ട് ചെയ്യും. ഒന്നുകിൽ വെൽഡ് ചെയ്യും അല്ലെങ്കിൽ ആ പ്ലേറ്റിലേക്ക് ബോൾട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഹലോ, ഞാൻ ഈ പറഞ്ഞ കേസ് മനസ്സിലായോ? കോളം ബേസ് എന്താണെന്ന്. ഓക്കെ, ഈ കോളം ബേസിൽ ബോൾട്ടഡ് ആണെങ്കിൽ കൂടുതൽ ബോൾട്ടഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് കോളം, ഇതാണ് ആ ഒരു പൈൽ ക്യാപ്പ് അല്ലെങ്കിൽ ഇതാണ് കോൺക്രീറ്റ് എങ്കിൽ നമ്മൾ ഇതിന്റെ മുകളിൽ എന്ത് വെക്കുന്നു? ആ ഒരു പ്ലേറ്റ് വെക്കുന്നു. എന്നിട്ട് ഈ പ്ലേറ്റ് മുകളിൽ എന്ത് വെക്കുന്നു? നമ്മുടെ കോളം വെക്കുന്നു. പ്ലേറ്റിന് മുകളിലാണ് നമ്മുടെ കോളം വെക്കുന്നത്. ഇതാണ് നമ്മുടെ കോളം. കോളം നമുക്ക് ഇങ്ങനെ ചുമ്മാ വെച്ചിട്ട് ബോൾട്ട് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ വെച്ച് ബോൾട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പ്ലേറ്റ് ബോൾട്ട് ചെയ്യാം. ഈ പറയുന്ന പ്ലേറ്റിനെ നമുക്ക് ബോൾട്ട് ചെയ്യാം, ഇതേപോലെ ആങ്കർ ചെയ്യാം. പക്ഷെ ഈ ഒരു സ്റ്റീൽ കോളത്തിനെ ചുമ്മാ വെച്ചിട്ട് ബോൾട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്ത് യൂസ് ചെയ്യണം? ആംഗിൾ സെക്ഷൻ യൂസ് ചെയ്യണം. എന്ത് സെക്ഷൻ യൂസ് ചെയ്യണം? ആംഗിൾ സെക്ഷൻ യൂസ് ചെയ്യണം. സോ ആംഗിൾ സെക്ഷൻ അല്ലെങ്കിൽ പ്ലേറ്റ് സെക്ഷൻസ് ആംഗിൾ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ആംഗിൾ സെക്ഷൻസ് എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ട് വെച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് ബോൾട്ട് ചെയ്യുന്നത്. ക്ലിയർ? അതേപോലെ ഈ ഒരു ആംഗിൾ സെക്ഷൻ തിരിച്ചിവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ടാണ് ബോൾട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ലേ? എന്നിട്ട് ഈ ഒരു ആംഗിൾ സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ടും ബോൾട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, എങ്കിൽ മാത്രമേ കോളം അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കത്തുള്ളൂ. സ്റ്റീലാണ്. ഓക്കെ, സോ നമുക്കൊരു ചെറിയൊരു ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. ഡിസൈൻ എ സ്ലാബ് ബേസ് or column base അല്ലെങ്കിൽ സ്ലാബ് ബേസ്. ഡിസൈൻ എ സ്ലാബ് ബേസ് of column for column ISHB for column ISHB 300 at 577
Newton per meter at 577 Newton per meter. At 577 Newton per meter. At 577 Newton per meter. Carry an axial factor load. Carry an axial factor load. Carry an axial factor load of 1000 kilonewton. 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 Full stop. M20 concrete is used for the foundation. Full stop. M20 concrete. M20 concrete is used for the foundation. M20 concrete is used for the foundation. Provide welded connection. Provide welded connection between column and base plate. Provide welded connection between column and base plate. Provide welded connection between column and base plate. Clear? പറയട്ടെ. Design a slab base for a column ISHB 300 at 577 Newton per meter. Carry an axial factor load of 1000 kilonewton. M20 concrete is used for the foundation. Provide welded connection between column and base plate. Provide welded connection between column and base plate. Provide welded connection between column and base plate. Okay. So, എന്ത് ചെയ്യുക? Bearing strength of concrete. Bearing strength of concrete is equal to 0.45 FCK. 0.45 FCK. Bearing strength of concrete is 0.45 FCK. .45 FCK. Okay. So next 0.45 into FCK എത്രയാണ്? M20 അല്ലേ തന്നിരിക്കുന്നത്. അപ്പം 20 എത്ര കിട്ടും? 9 Newton per mm square. 9 Newton per mm square. Factor load PU is equal to 1000 kilonewton. Factor load PU is equal to 1000 kilonewton. So area of base plate, area of base plate, area of base plate which is equal to 1000 into 10 raised to 3 divided by E9, which is equal to 111 R1, 111 Newton, sorry, 111 mm square. Okay. Load by stress ആണ് area. Load by stress is equal to area. Okay. ഇനി നമ്മളൊരു പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ഒരു പ്ലേറ്റിന്റെ മിനിമം തിക്നെസ് ഒരു 360 കൊടുക്കുക. സോ 360 ഇൻറ്റു 310 എത്ര കിട്ടും? 111,600 mm square. ഇതിനേക്കാളും കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഒരു പ്ലേറ്റ് 360 ഇൻറ്റു 310 അത് നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഏരിയക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ ഞാൻ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തത് 360 ഇൻറ്റു 310 mm പ്ലേറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. 360 ഇൻറ്റു 310 പ്ലേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പ്രൊവൈഡ് ചെയ്ത പ്ലേറ്റിന്റെ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് പ്രഷർ ഈസ് ഈക്വൽ ടു
ദാറ്റ് ഈസ് 1000 ഇൻറ്റു 10⁻³ നമ്മുടെ ലോഡ് ഡിവൈഡഡ് ബൈ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഏരിയ. നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്ത ഏരിയ എത്ര? 111,600 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 8.96 ന്യൂട്ടൺ പെർ mm² ആണ്. 8.96 ന്യൂട്ടൺ പെർ mm². ക്ലിയർ? ഇനി സ്റ്റീൽ ടേബിൾ എടുക്കുക. സ്റ്റീൽ ടേബിൾ എടുത്തിട്ട് ISHB 300 എടുക്കുക. സ്റ്റീൽ ടേബിളിൽ ISHB 300. ISHB 300 കണ്ടോ? ISHB 300 ഉണ്ടോ? 300 250 താഴെ 577 അല്ലേ? അപ്പോ 58.8 എടുത്താൽ മതി. 58.8 കാര്യം 577 അല്ലേ വരുന്നത്? 57.7 അല്ലേ? ഓക്കെ. അതിൻ്റെ അകത്ത് ISHB 300 ഇൻറ്റു 250. ISHB 300 എന്ത് തന്നിട്ടുണ്ട്? അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രെഡ്ത്തും തിക്നെസ്സും തന്നിട്ടുണ്ട്. H എത്ര തന്നിട്ടുണ്ട്? 300 തന്നിട്ടുണ്ട്. അതേപോലെ B എത്ര തന്നിട്ടുണ്ട്? 250 തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബ്രെഡ്ത്തും തിക്നെസ്സും അല്ലെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും എന്ന് പറയാം. ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. 300ഉം 250ഉം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എടുത്ത പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360ഉം 310 ആണ്. ഇതിന്റെ അകത്ത് ഈ പറയുന്ന 250ഉം എന്താ 300 നിൽക്കുമല്ലോ. വെളിയിൽ പോവാൻ നിൽക്കുമല്ലോ. നിൽക്കുമോ? ഹലോ, ഐ സെക്ഷൻ ഇതിൻ്റെ അകത്ത് നിൽക്കുമോ? മനസ്സിലാവുന്നില്ലേ പറയുന്നേ? ഓക്കെ. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, നാളെ കണ്ടിന്യൂ ചെയ്യാം. ഈ ഫിഗറും കൂടെ വരയ്ക്കും, ഞാൻ നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോട്ട് തരാം. എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ എടുക്കുന്ന സെക്ഷന്റെ സൈസിനേക്കാളും കൂടുതലായിരിക്കണം നമ്മളെ പ്ലേറ്റ്. കാര്യം ഈ ഐ സെക്ഷൻ ഈ ഒരു പ്ലേറ്റിലാണ് വെൽഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം പ്ലേറ്റിന്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കണം നമ്മുടെ പ്ലേറ്റ് അവർ തന്നിരിക്കുന്ന ഐ സെക്ഷൻ ഇതിൻ്റെ അകത്ത് നിൽക്കുമെന്ന്. കാര്യം ഐ സെക്ഷന്റെ നീളം എത്ര തന്നിട്ടുണ്ട്? 300 തന്നിട്ടുണ്ട്. വീതി 250 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 360 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 310 ബിറ്റ്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐ സെക്ഷൻ ഇതിൻ്റെ അകത്ത് നിൽക്കും. ഓക്കെ. കൂടുതലായിട്ട് അങ്ങ് ടൈറ്റ് ആവാനും പാടില്ല. ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്ലേറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ. ബാക്കി നമുക്ക് നാളെ എടുക്കാം. ലീവ് ചെയ്തോളൂ. ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കും.